ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഇന്ന് സ്ലെംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്ലെംസ് അല്ലെങ്കിൽ പുവർ കണ്ടീഷനിൽ ജീവിക്കുന്ന അതുമായിട്ട് റിലേറ്റഡ് വൊക്കാബുലറി. ഫസ്റ്റ് ഓഫ് ഓൾ സ്ലെംസ്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ വെരി പുവർ ആൻഡ് വോട്ട് ദ ഹൗസസ് ആർ ഡേർട്ടി ആൻഡ് ഇൻ ബാഡ് കണ്ടീഷൻ. സോ നമുക്കറിയാം സ്ലെംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും, ധാരാവി. ഓക്കെ, ഇവിടെ കണ്ടീഷൻ വളരെ മോശമാണ്. ആ ഒരു പ്ലേസിന് പറയുന്ന പേരാണ് സ്ലംസ്. Very poor, where the houses are dirty and in bad conditions. So example sentence എന്ന് പറയുമ്പോൾ she was brought up in the slums of Leeds. വളർന്നത് she was brought up in the slums of Leeds. Next word എന്ന് പറയുമ്പോൾ ഇച്ചിരി പ്രൊനൗൺസിയേഷൻ ഡിഫിക്കൽട്ട് ആണ്, സ്ക്വാല. സോ ഇതെന്ന് പറയുമ്പോൾ ഒ ആർന്ന് വരുന്നില്ല, എ ആണ് ഇവിടെ വരുന്നത്. WA ആ ഒരു രീതിയിൽ വായിക്കാം, സ്ക്വാല. ഓക്കെ, സ്ക്വാല. ഇതെന്ന് പറയുമ്പോൾ ആ ഒരു പൂറായ കണ്ടീഷൻ നമുക്കറിയാലോ, സ്ക്വാല. ഇതിനെയാണ് സ്ക്വാല എന്ന് പറയുന്നത്, വളരെ ബാഡ് ആയ ഒരു കണ്ടീഷൻ. സോ ദ ഡേർട്ടി ആൻഡ് അൺപ്ലസന്റ് കണ്ടീഷൻ. He had lost his job. Example sentence എന്ന് പറയുമ്പോൾ he had lost his job and was living in squalor. Okay, so നമ്മൾ ഫസ്റ്റ് പഠിച്ചത് സ്ലംസ്, നെക്സ്റ്റ് സ്ക്വാല. നെക്സ്റ്റ് ഡിഞ്ചി. ഓക്കെ, ഡിഞ്ചിയും അഗെയിൻ ഇതേ കണ്ടീഷൻ, ഇതേ ഒരു പൂർ കണ്ടീഷൻ തന്നെയാണ് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ ഡിഞ്ചി, ജി ആണ് ഇത് വരുന്നത്. ഓക്കെ, DIN ജിയിൽ സ്ട്രെസ് ചെയ്ത് നിൽക്കും, ഡിഞ്ചി. അത് ഇതുപോലെ തന്നെ വീടിനെയാണ് ഡിഞ്ചി എന്ന് പറയുന്നത്. പക്ഷെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഡിഫറൻസ് ഉണ്ട്. ഡിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് അല്ല, പക്ഷെ ഈ ഒരു ബോട്ടിനെയാണ് ഡിങ്കി എന്ന് പറയുന്നത്. ഓക്കെ, ഡിൻജിയും ഡിങ്കിയും ആണ്. ഓക്കെ, ഗീ. ഓക്കെ, സോ ഇതാണ് ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഈ ഇൻഫ്ലേറ്റബിൾ ബോർഡ്സ്. ഓക്കെ, സോ ഓക്കെ, ഇത് റബ്ബർ ഡിങ്കി എന്ന് പറയുന്നത്. സോ ഈ ഒരു ബോട്ടാണ് ഈ റെഫ്യൂജീസ് ഫ്രാൻസിൽ നിന്ന് UK റെഫ്യൂജി ആയിട്ട് വരുമ്പം ഇല്ലീഗലായ വഴിയിൽ വരുമ്പോൾ ഈ റോഡ് വഴിയല്ല, വാട്ടർ ചാനൽസ് വഴി വരുമ്പോൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഡിങ്കിയാണ്. ഓക്കെ, ഡിഞ്ചി അല്ല, ഡിങ്കിയാണ്. സോ ഇത് ആണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. നൗ ഹാബിറ്റേഷൻ. ഇപ്പം ഇതൊക്കെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഇത് അഡ്വാൻസ് ലെവലാണ്. അഡ്വാൻസ് ലെവലിൽ ഈ വൊക്കാബുലറീസിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഹാബിറ്റേഷൻ. The houses were unfit for human habitation. So നമ്മളിപ്പോൾ പഠിച്ച 3 വേർഡ്സ് ഏതൊക്കെ? സ്ലംസ്, സ്ക്വാല, ഡിഞ്ചി. Now habitation. The houses were unfit for human habitation. സോ ഇന്നിപ്പോൾ പഠിച്ചത് ഡിഞ്ചി ആണ്, ജി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഹാബിറ്റബിൾ. വേറെ വേർഡ് എന്ന് പറയുമ്പോൾ അൺഹാബിറ്റബിൾ. ഓക്കെ, ഹാബിറ്റബിൾ. ദ ഹൗസ് ഇസ് നോട്ട് ഹാബിറ്റബിൾ ബിക്കോസ് ഓഫ് വെർമിൻ പ്രോബ്ലം. ബിക്കോസ് ഓഫ് എ വെർമിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ റാറ്റ്സ് ഉണ്ടെന്ന് പറയുന്ന രീതിയാണ് വെർമിൻ പ്രോബ്ലം. ഇൻഹാബിറ്റബിളിന്റെ കൂടെ UN കൂടെ ചേർത്ത് അൺഇൻഹാബിറ്റബിൾ. ദ ബിൽഡിംഗ് വാസ് ടോട്ടലി അൺഇൻഹാബിറ്റബിൾ. സോ ഇറ്റ്സ് മീൻസ് വാട്ട്? നോട്ട് ടു ലീവ് ഇൻ ഓർ ഇമ്പോസിബിൾ ടു ലീവ്, അതിനെയാണ് ഈ പറയുന്നത്. ഓക്കെ, now overrun. അതിൻ്റെ വേറെ ടേംസ് വരുമ്പോൾ overrun 3 ഫോംസ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ടു ഫിൽ ഓർ സ്പ്രെഡ് ഓവർ ആൻ ഏരിയ ക്വിക്ക്ലി, പെട്ടെന്ന് ക്വിക്കായിട്ട് സ്പ്രെഡ് ആവുന്നത്, എസ്പെഷ്യലി ഇൻ ലാർജ് നമ്പർ. ദ സ്ലംസ് വർ കംപ്ലീറ്റ്ലി ഓവർറൺ വിത്ത് മൈസ്. സോ എന്താണ് ഇവിടെ? വെർമിൻ പ്രോബ്ലംസ് ഇവിടെ ഇപ്പോഴും കൂടുതലായിരിക്കും. ദ സ്ലംസ് വർ കംപ്ലീറ്റ്ലി ഓവർറൺ വിത്ത് മൈസ്. The tiny village was overrun by tourists. Negative wala, the tiny village was overrun by tourists.
spread very quickly. ഒരു നെഗറ്റീവ് അല്ലേ? Tiny village was overrun by tourists. The slums were completely overrun with mice. So 3 forms ഏതൊക്കെയാണ്? overrun, overrun, overrun. Okay. Now shanty. Shanty എന്ന് പറയുമ്പോൾ okay, small house built of pieces of wood, metal and cardboard. Poor people live. ഷാൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പേരടക്കമുണ്ട് ഷാൻഡി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സ്മോൾ ബിൽഡിങ്സ് ആണ്, വുഡ് കൊണ്ട് അല്ലെങ്കിൽ മെറ്റൽ, കാർബോർഡ് അങ്ങനത്തെ ഒക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്നതിനാണ് ഷാൻഡി. സോ ഇതൊക്കെയാണ് ഷാൻഡി ഹൗസസ് എന്ന് പറയുന്നത്. ഷാൻഡി ടൗൺ. ഓക്കെ, ഇതൊക്കെയാണ് ഷാൻഡിയുടെ എക്സാമ്പിൾ. അതുപോലെ തന്നെ ഒപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷാക്ക്. ഷാൻഡി ടൗൺ, ഷാക്ക്. ഷാക്ക് വേറൊരു വേർഡാണ്. സോ ഇതാണ് വേറൊരു വൊക്കാബുലറി എന്ന് പറയുമ്പോൾ. ഷാൻഡി. മെനി പീപ്പിൾ ലിവ് ഇൻ മേക്ക് ഷിഫ്റ്റ് ഷാൻഡീസ്. വേറെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ലാഗോസ് ഈസ് ഹോം ടു അറ്റ്ലീസ്റ്റ് 50 million people. Many of them living in crowded shanty towns. ഷാൻഡി ടൗൺ. സോ കാണിച്ചായിരുന്നല്ലോ ഷാൻഡി ടൗൺ തന്നെയാണ് ഷാൻഡി ടൗൺ. സോ ലാഗോസ് ഈസ് എ ഹോം ടു അറ്റ്ലീസ്റ്റ്, ഓഫ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, ടു എത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്നുള്ള. ലാഗോസ് ഈസ് എ ഹോം ടു അറ്റ്ലീസ്റ്റ് 50 million people. Many of them living in crowded shanty towns. സോ ഓവർ ക്രൗഡഡ് അല്ലെങ്കിൽ ക്രൗഡഡ് അവിടുത്തെ ഒരു പ്രോബ്ലംസ് ആണ് അല്ലേ, പൂർ കണ്ടീഷൻ്റെ ഒപ്പം. സോ നൗ ഇനി മേക്ക് ഷിഫ്റ്റ്. എന്താണ് മേക്ക് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ യൂസ് ടെമ്പററി ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. ബിക്കോസ് നമ്മൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നില്ലേ, തട്ടിക്കൂട്ട് എന്ന് പറയും. യൂസ് ടെമ്പററി ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് ബിക്കോസ് ദ റിയൽ തിങ് ഈസ് നോട്ട് അവൈലബിൾ. അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ള സാധനം വെച്ച് ഒപ്പിക്കുന്നതിനെയാണ് പറയുന്നത് മേക്ക് ഷിഫ്റ്റ്. A few cushions formed a makeshift. Okay, the hall had been turned into a makeshift hospital. Okay, so makeshift hospital. കൊറോണയുടെ പാൻഡമിക്സിൻ്റെ സമയത്ത് പെട്ടെന്നൊരു ഉണ്ടാക്കുന്ന ഹോളൊക്കെ ചേഞ്ച് ചെയ്തത്. ഹോൾ ഹാഡ് ബീൻ ടേൺഡ് ഇൻ ടു എ മേക്ക്ഷിഫ്റ്റ് ഹോസ്പിറ്റൽ. സോ നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു, അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് ആണ് ഷാക്ക്. ദ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഹാബിറ്റേഷൻ, ദ ഹൗസ് consist only of shacks. There are no roads, no water, no street light. So ആ കൂടെ ആ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ, റോഡ്സ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, റൺ ഡൗൺ. ദാറ്റ് ഹാസ് നോട്ട് നെഗ്ലക്റ്റഡ് ആയ ഏരിയനാണ് പറയുന്നത്. റൺ ഡൗൺ. റൺ ഡൗൺ ഇന്നർ സിറ്റി ഏരിയാസ്. റൺ ഡൗൺ ഇന്നർ സിറ്റി ഏരിയാസ്. നമ്മുടെ ആക്ച്വലി ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ലം ഏരിയ എന്ന് പറയുമ്പോൾ ധാരാവിയെയാണ്. ഓക്കെ, സ്ട്രീറ്റ് ചിൽഡ്രൻ. സിൻസ് ദ റിസഷൻ ബിഗാൻ സ്ട്രീറ്റ് ചിൽഡ്രൻ ഹാവ് proliferated. Since the recession began, street children have proliferated. Next, beggar. Beggar sleeping on the pavement. വഴീനെ പറയുന്ന എന്താ ടൈൽസൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, നടപ്പാത, പേയ്മെൻറ്റ്. ബെഗേഴ്സ് കാൺ ബി ചൂസേഴ്സ്. അവർക്ക് സെലക്ട് ചെയ്യാവുന്നൊരു ഓപ്ഷൻ, സെലക്ഷൻ്റെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ബെഗേഴ്സ് കാൺ ബി ചൂസേഴ്സ്. ഹോംലെസ്. സ്ലീപ്പ് റഫ്. ഓക്കെ, young people sleeping rough on the street. The problems of young people living on the street. The problems on the street. Sleep rough. See, young people sleeping rough on the street. Okay, so ഇതാണ് ഒരു ഹോംലെസ്. സോ നമ്മളിന്ന് പഠിച്ച വേർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ slums, squalor, dingy, habitation, habitable, uninhabitable, overrun, shanty town, shanty, makeshift, shack, shanty, shack, okay, run down, street children, beggar, homeless, sleep rough,
ഓൺ ദ സ്ട്രീറ്റ്സ്. സോ ഇത്രയും വൊക്കാബുലറീസ് ആണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ പഠിച്ചത്. ദ ഫാമിലീസ് ലിവിങ് ഇൻ മോഡേൺ ഡേ സ്ലെംസ്. ഇതൊന്നും പ്രോപ്പറായിട്ടൊരു സ്ലെംസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഇത്ര ഒരു സ്പേസിൽ ഒരു ഫാമിലി കഴിയുന്നതിനാണ് ദ ഫാമിലി ലിവിങ് ഇൻ ദ മോഡേൺ സ്ലംസ്. ഓക്കെ, വായിച്ചു നോക്കിയാൽ മതി. BBC-ൽ റിലേറ്റഡ് ആയിട്ട് ന്യൂസ് കിട്ടും. എനിക്ക് അത്രയും പ്രോപ്പറായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടിയില്ല. സോ താങ്ക് യു ഓൾ.